തളിപ്പറമ്പ് പൂക്കൊത്തുതെരു കൊട്ടാരം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 40ാം വാർഷിക പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച തപാൽ സ്റ്റാമ്പ് നാണയ കറൻസി പ്രദർശനം ശ്രദ്ധേയമായി. പൂക്കൊത്തു കൊട്ടാരം ഹാളിൽ നടന്ന പ്രദർശനം തളിപ്പറമ്പ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ എസ് ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയ്ക്ക് ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്നതിനും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് കൊട്ടാരം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രദർശനം സംഘടിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് മുതൽ ഇപ്പോൾ ഇറങ്ങിയ അയോധ്യ സ്റ്റാമ്പ് വരെ പ്രദർശനത്തിലുണ്ട്. പ്രത്യേകതകൾ നിറഞ്ഞ നാണയങ്ങളും കറൻസികളും ഏറെ ശ്രദ്ധേയമാണ്. സ്വാതന്ത്ര്യ സമരത്തെയും സമരസേനാനികളെക്കുറിച്ചും ഇന്ത്യ ശാസ്ത്രരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയ സ്റ്റാമ്പുകളും നാണയങ്ങളും കറൻസികളും സഹായിക്കുമെന്ന് പ്രദർശനമൊരുക്കിയ പ്രശസ്ത ഫിലാറ്റലിസ്റ്റും ന്യൂമിസ്മാറ്റിസ്റ്റുമായ AK ശ്രീദീപ് പറഞ്ഞു. ഈ എക്സിബിഷനിൽ നമ്മുടെ കാര്യമായിട്ട് ഫ്രീഡം ഫൈറ്റേഴ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗാന്ധിജിയും നേതാജിയും അതേമാതിരി തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവചരിത്രങ്ങളും പിന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മുന്നേറ്റം, ഇന്ത്യൻ റെയിൽവേയുടെ മുന്നേറ്റം, അതുമാതിരി തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരു പോസ്റ്റ് ഓഫീസ് അന്റാർട്ടിക്കയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദക്ഷിണ ഗംഗോത്രി എന്ന പോസ്റ്റ് ഓഫീസായിരുന്നു, ഇപ്പോഴത് മൈത്രി എന്ന പോസ്റ്റ് ഓഫീസായി മാറിയിരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ എല്ലാ ശാസ്ത്ര സാങ്കേതിക പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ അതായത് ആദ്യത്തെ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് 1947 ഇറക്കിയിരിക്കുന്ന ജയ് ഹിന്ദ് എന്ന സ്റ്റാമ്പുകളും ഇവിടെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കുട്ടികൾക്ക് കാണാനും പഠിക്കാനും ഉള്ള നല്ലൊരു ശാസ്ത്രമായിട്ടുള്ള നല്ലൊരു എക്സിബിഷനാണിത്. ഉദ്ഘാടന ചടങ്ങിൽ കരിപ്പൽ സുരേന്ദ്രൻ, സുരേഷ് കുമാർ, T ജയദേവൻ, കൊട്ടാരം ദേവസ്വം പ്രതിനിധികൾ, സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്.